ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ആക്റ്റീവ വണ്ടി. അത് സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്ന വണ്ടിയാണ്, ഉപയോഗിക്കാതെ കയറ്റി വെച്ച വണ്ടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റൊക്കെ ആയിട്ട് സ്റ്റാർട്ടാകാതെ വണ്ടിയിൽ കയറ്റി കൊടുക്കുന്ന വണ്ടിയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കയറ്റിയിരുന്നു. നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഓടിക്കാൻ പറ്റിയില്ല, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. വണ്ടി നല്ല രീതിയിൽ മിസ്സിങ്, ഓഫായി പോവുക, അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫുള്ളായിട്ട് എല്ലാ ഭാഗങ്ങളും ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അതിൻ്റെ ക്ലച്ച് ജന സർവീസായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലച്ച്, ഫിൽറ്റർ എല്ലാ ഭാഗങ്ങളും ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അത് അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗങ്ങളാണ്. ക്ലച്ചിൻ്റെ ഭാഗത്തുണ്ടോ വണ്ടി ഉപയോഗിക്കാതെ വെച്ചിട്ട് ഇത് ബെൽറ്റ് ഉറയ്ക്കുന്ന പുള്ളിയാണിത്. അല്ല, ഈ സൈഡൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തുരുമ്പ് വരിയിട്ടുണ്ട്. അതേപോലെ ഈ പുള്ളിയിലും തുരുമ്പുണ്ട്, ഇവിടെയും തുരുമ്പുണ്ട്. ഇങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബെൽറ്റ് പെട്ടെന്ന്, ഈ ബെൽറ്റാണ് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരും. ഈ സൈഡ് പെട്ടെന്ന് ഇങ്ങനെ തേഞ്ഞ് പോകും. തൽക്കാലം ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഫുള്ളായിട്ട് ഈ പുള്ളികളൊക്കെ മാറ്റി ഫുള്ളായിട്ട് നല്ല രീതിയിൽ ചെയ്യണം. അല്ലെങ്കിൽ തൽക്കാലം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് റീസെറ്റ് ആക്കേണ്ടി വരും. ചെയ്യുമ്പോൾ പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ എമൗണ്ട്, ഈ ക്ലച്ചിൻ്റെ ഭാഗത്തിന് നല്ല രീതിയിലൊരു എമൗണ്ട് വരും. എന്താ പറയുക, ഈ പുള്ളികൾക്ക് അത്യാവശ്യം റേറ്റ് വരുന്ന പുള്ളികളാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് പേപ്പറിട്ട് പിടിച്ചിട്ട് തൽക്കാലം ഉപയോഗിക്കാം. അങ്ങനെ ചെയ്യാം, രണ്ട് രീതിയിൽ ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിലെ ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചാണ്. ബാക്കിലെ ബ്രേക്ക് ഷൂ നമുക്കൊന്ന് മാറ്റണം. ബ്രേക്കിൻ്റെ ബ്രേക്ക് ഷൂ മാറ്റണം. അതുപോലെ ബാക്കിൽ ബ്രേക്കിൻ്റെ കേബിളും മാറ്റണം. ബ്രേക്കിൻ്റെ കേബിളെല്ലാം മാറ്റണം. 3 കേബിളും മാറ്റണം. അതുപോലെ ആക്സിലേറ്റർ കേബിൾ, ചോക്ക് കേബിൾ, സ്പീഡോമീറ്റർ കേബിളുകളെല്ലാം മാറ്റണം. ബാക്കിലെ ബ്രേക്ക് ഷൂ നമുക്കൊന്ന് മാറ്റണം. അതുപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിച്ചാൽ എയർ ഫിൽറ്റർ ഫുള്ളായിട്ട് ബ്ലോക്കായി കിടക്കണം. അപ്പോൾ എയർ ഫിൽറ്റർ നമുക്ക് മാറ്റണം. അതുപോലെ തന്നെ അതിൻ്റെ പ്ലഗ് നമുക്കത് മാറ്റിയിട്ടത് പുതിയ പ്ലഗ് ഇടണം. ഫിൽറ്ററും പ്ലഗും കൂടി നമുക്ക് ഒരുമിച്ചാണ് മാറ്റുന്നത്. അതുപോലെ തന്നെ നമ്മളതിന് കാർബറേറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. കാർബറേറ്റർ ഈ ഒരു സ്ലോ ജെറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്കാണത്. അതുപോലെ ഈ കാർബറേറ്ററിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് അത്യാവശ്യം പെട്രോൾ ഇതിൻ്റെ മെൽറ്റായിട്ട് അത്യാവശ്യം നല്ല ഫംഗസ് കയറിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കുണ്ട് അതിൽ. ഫുള്ളായിട്ടൊന്ന് കാർബറേറ്റർ സ്ക്രീനർ വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. എന്നാലും നമുക്ക് ഓവർഫ്ലോ വരാൻ ചാൻസ് കൂടുതലാണ്. എന്താ ഉപയോഗിക്കാതെ വെച്ചത് കൊണ്ടുള്ള പ്രശ്നമാണ്. ആ പെട്രോൾ മെൽറ്റായിട്ടുള്ള ഇരുന്നത് കൊണ്ടുള്ള പ്രശ്നമാണത്. കാരണം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതുപോലെ ടാങ്കിൽ കിടക്കണ പെട്രോൾ നമുക്കത് മാറ്റണം. ആ പെട്രോൾ നമുക്കിനി ഉപയോഗിക്കാൻ പറ്റില്ല. അത്യാവശ്യം നല്ല രീതിയിലൊരു സ്മെല്ലായിരുന്നു അത്. ആ പെട്രോൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാലോ, ഫ്രണ്ട് 2 ബ്രേക്കിൻ്റെ കേബിൾ മാറ്റണം. അതുപോലെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല. മീറ്റർ വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് കേബിൾ മാത്രം മാറ്റി കഴിഞ്ഞാൽ ആ മീറ്റർ വർക്കിംഗ് ആണ് കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഫ്രണ്ടിലെ ബ്രേക്സും അത്യാവശ്യം നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ടിലെ ബ്രേക്സും നമുക്കത് മാറ്റണം. അതുപോലെ ഈ ചോക്കിൻ്റെ ഈ കേബിളും അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് ഉണ്ട്. ചെറിയൊരു വർക്കിങ്ങേ ഉള്ളൂ. അതും കയ്യോടെ അതും മാറ്റി കളയാം. പിന്നീട് കൂടുതൽ ടൈറ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ആ ചോക്കിൻ്റെ കേബിളും മാറ്റാം. പിന്നെ ഫ്രണ്ടിൽ പുഷ് ഈ ഷോക്കത്തിൻ്റെ പുഷ് കുഴപ്പമൊന്നുമില്ല. ഈ ലിങ്ക് പുഷിൻ്റെ ചെറിയൊരു പ്ലേ സ്റ്റാർട്ട് ചെയ്തില്ല. അതിൻ്റെ കോളർ മാത്രം മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ആക്കാം. അതുപോലെ അതിൻ്റെ ബാറ്ററി നമുക്ക് ബാറ്ററി ചെക്ക് ചെയ്യാൻ വേണ്ടി മീറ്റർ കണക്ട് ചെയ്തപ്പോൾ ഒന്നും കാണിക്കുന്നില്ല. ഫുള്ള് ഡെഡാണ് ബാറ്ററി നമുക്ക് മാറ്റിക്കളയണം. അതുപോലെ എന്നാലാണ് സെൽഫൊക്കെ വർക്കിംഗ് ആവുള്ളത്. ബാറ്ററി മാറ്റി കഴിഞ്ഞാലാണ് സെൽഫ് വർക്കിംഗ് ആകാൻ പറ്റുള്ളൂ. അതുപോലെ ആക്സിഡൻറ്റിൻ്റെ കേബിൾ നല്ല ടൈറ്റാണത്. അപ്പോൾ ആക്സിഡൻറ്റിൻ്റെ കേബിൾ നമുക്കത് മാറ്റണം. പിന്നെ നമ്മൾ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എഞ്ചിൻ ഓയിൽ നമുക്കത് മാറ്റാനായിട്ട് എഞ്ചിൻ ഓയിൽ മാറ്റുന്ന റീസെറ്റാണ്. പിന്നെ ഈ കണ്ടീഷനൊന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും കേട്ടോ. ഉള്ള അത്യാവശ്യം നല്ല രീതിയിൽ അയക്കുണ്ട്. ഈ കണ്ടീഷൻ ഓപ്പൺ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലൂടെ ചെളിയൊക്കെ പോയി കിട്ടും. പിന്നെ വേറെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രണ്ടും മഡിലടക്കം നല്ല രീതിയിൽ ഷേക്കല്ല. ഇവിടെ പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ നേരത്തെ വെൽഡ് ചെയ്ത പോലെ അതേപോലെ തന്നെ ഒന്ന് വെൽഡ് ചെയ്ത് പൊട്ടിക്കാം. അപ്പോൾ ഇപ്പോൾ നിലവിൽ വേറെ ഒരു വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. ഈ ക്ലച്ചിൻ്റെ ഭാഗത്ത് ഏത് രീതിയിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നോക്കിയിട്ടൊന്ന് പറയണം. എന്നിട്ടൊരു എസ്റ്റിമേറ്റ് പറയാം. ആ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് റിപ്ലൈ ചെയ്താൽ മതി. ചെയ്യുകയാണെങ്കിൽ വീഡിയോകളൊക്കെ മാറ്റി നല്ല രീതിയിൽ ചെയ്യണം. അല്ലെങ്കിൽ തൽക്കാലം നമുക്കത് ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ബെൽറ്റ് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരും. അങ്ങനൊരു പ്രശ്നം വരും. അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.